അസ്സലാമലൈക്കും. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. എല്ലാവരും നമുക്ക് ഇനി വീഡിയോസ് ഇതുപോലെ ഇടാനൊക്കെ പറ്റുള്ളൂ. നമ്മ ഇതിന് മുമ്പ് 3-4 ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. വീഡിയോ ആയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാ ഇനിയും നമ്മൾ വീഡിയോസ് ഇടുന്നതാണ്. ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ തട്ടിക്കൂട്ട് ബീഫ് ബിരിയാണിയാണ്, കുക്കർ ബിരിയാണിയാണ്. സവാള വാട്ടുന്നത് നമുക്ക് അവസാനമായിട്ട് ബിരിയാണിയിലേക്ക് നമുക്ക് ഇടാനായിട്ടാണ് സവാള ഇപ്പോൾ വാട്ടുന്നത്. ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഇതിനി ഇടക്കിടന്ന് ഇങ്ങനെ ഇതാവട്ടെ. ഇനി നമുക്ക് അരിയിലേക്ക് കിടക്കുക. അരി നമുക്കിനി വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്, ബീഫ് വേവിച്ച വെള്ളം തന്നെ നമുക്ക് അരി ഇതാക്കാം. അരിന്റെ കുക്കറിലേക്ക് നമുക്ക് ഇടാം. ചോറിലേക്ക് ഇതാക്കാൻ വെച്ച സവാള ഇത് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇടാം. അരി ഞങ്ങള് കുറച്ചു നേരത്തെ മുമ്പ് ഒരു 15 മിനിറ്റ് വരെ നമ്മ വെള്ളത്തിലിട്ട് വെച്ച അരിയാണ്. ഇനി ഉപ്പിടാം. എന്റെ ഭാഷയില് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞാൻ കൊച്ചിക്കാരാണ് കേട്ടോ. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കുക്കറിൽ അരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബീഫ് മസാലയിലേക്ക് നമുക്ക് കടക്കാം. നേരത്തെ സവാള മൂപ്പിട്ട് തട്ടിത്തന്നെ നമ്മള് മസാലയ്ക്കുള്ള ഇത് ഇതാക്കുന്നത്. ചോറിനത് 2 വിസിലായിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്യാം. മസാലയിലേക്കുള്ള ഇതാണ് സവാള, പിന്നെ തക്കാളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി. ഇത്രയും നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ടതാണ്. ഇത് നമുക്ക് ഇനി മസാലയിലേക്ക് ഇടാം. ചോറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് മസാലയിലേക്കുള്ള എല്ലാം റെഡിയാക്കാം. ഇനി നമുക്ക് കാശ്മീരി ചില്ലിപ്പൊടി ഇടാട്ടോ. ബീഫ് മസാലപ്പൊടി മല്ലിപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം. ഇനി നമുക്ക് ഗരം മസാല ഇടാം. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി വെള്ളത്തിന് നമുക്ക് നേരത്തെ ബീഫിന്റെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. മല്ലിയിലയും പുതിനയുടെ ഇലയും നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച ബീഫിലേക്ക് ഇടാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ചേരം മൂടി വെക്കാം. ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാലയിൽ റെഡിയായിട്ട് അതിലേക്ക് തട്ടാം. ഈ ചോറിലേക്ക് കുറച്ചായിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം.